നമസ്കാരം. മൂകാംബികാ ദേവിയെ സന്ദർശിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ദേവി കൂടി ആഗ്രഹിക്കണം എന്നൊരു വിശ്വാസമുണ്ട്. നമ്മൾ കൃത്യമായി മൂകാംബികയ്ക്ക് പോവാൻ പദ്ധതിയിട്ട് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് കാര്യങ്ങൾ നീക്കിയാലും സമയമാകുമ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടാവാം. അതേസമയം യാദൃച്ഛികമായി നമുക്ക് ദേവിയുടെ അടുത്ത് എത്താനും കഴിയും എന്നാണ് അനേകം വിശ്വാസികളുടെ സങ്കല്പം. ഇത്തരമൊരു അനുഭവമാണ് നന്ദഗോവിന്ദം ഭജൻസ് എന്ന സംഘത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ച എനിക്ക് സംഭവിച്ചതും. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നന്ദഗോവിന്ദം ഭജൻസിനെ കുറിച്ച് വിശദമായി തന്നെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം സ്ട്രെസ്സിൻ്റെയും ആശങ്കയുടെയും ഏകാന്തതയുടെയും ഒക്കെ നിമിഷത്തിൽ വലിയ ആശ്വാസവും റിലാക്സേഷനും തോന്നുന്നൊരു അനുഭവമാണ് നന്ദഗോവിന്ദം ഭജൻ സംഘത്തിൻ്റെ പാട്ടുകൾ കേട്ടിരിക്കുക എന്നത്. അതെനിക്ക് മാത്രമല്ല, അനേകായിരം മനുഷ്യർക്ക് അനുഭവമായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ നന്ദഗോവിന്ദം ഭജൻസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും പലതവണ ഹോംവർക്ക് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ എന്തോ കാരണത്താൽ അത് മാറിപ്പോയി. ഇന്നിപ്പോൾ അത്തരമൊരു സാഹചര്യം ഒരുങ്ങിയപ്പോൾ നേരത്തെ എന്തു സാഹചര്യമായിരുന്നോ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യത്യാസവും വന്നിട്ടുണ്ട്. അന്ന് നന്ദഗോവിന്ദം ഭജൻസ് ഒരു വലിയ വികാരമായിരുന്നു വിശ്വാസികളായ ഹിന്ദുക്കൾക്കിടയിൽ. ഇന്ന് ആ വിശ്വാസികൾക്കിടയിൽ ഭിന്നതയുണ്ടായിരിക്കുന്നു. ചിലർ നന്ദഗോവിന്ദ ഭജൻസിനെ നന്ദകുന്തിരിക്കം ഭജൻസ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഞാൻ അത്ഭുതത്തോടെയാണ് ഈ മാറ്റത്തെ കാണുന്നത്. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയായി തീരുന്നത് എന്നോർത്ത് എനിക്ക് യാതൊരു ഖിന്നതയുമില്ല. ഇതിൻ്റെ മറ്റൊരു ബലിയാടാണ് മറുനാടൻ എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഇതിൽ ഒരു അത്ഭുതവും തോന്നാത്തത്. നമുക്ക് അനുകൂലമല്ലാത്തതെല്ലാം നമുക്കെതിരാണ് എന്ന് വിശ്വസിക്കുന്ന കമ്മിക്കൂട്ടങ്ങളെപ്പോലെ നമുക്ക് അനുകൂലമായതെല്ലാം നമ്മുടേത് തന്നെ ആവണം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഹിന്ദുത്വവാദികളുമുണ്ട് എന്നത് വളരെ ഖേദകരമാണ്. ഈ രണ്ടു കൂട്ടരും അറിഞ്ഞോ അറിയാതെയോ സ്വതന്ത്ര ചിന്താഗതിയെ എതിർക്കുന്നു. RSSനെയും BJPയെയും മോദിയെയും ഒക്കെ എതിർക്കാതിരുന്നാൽ മാത്രം മതി, അനുകൂലിക്കേണ്ടതില്ല ഇവിടെ സംഘിപ്പട്ടം കിട്ടാൻ. അതിൻ്റെ മറ്റൊരു വശമാണ്, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ RSSനെയോ മോദിയെയോ BJPയോ ഒക്കെ അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവരെ വിമർശിക്കാൻ പാടില്ല. ഈ അനുകൂലിച്ച സമയത്ത് നിങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടായത്, നിങ്ങളെ വാരിപ്പുണർന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് ഇനി ഞങ്ങളുടെ വഴിയിലൂടെ മാത്രം നിങ്ങൾ പോയാൽ മതി എന്ന ചിന്താഗതി. ഇത് മറുനാടൻ ഒരുപാട് അനുഭവിച്ചതാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും ഒരു കൂട്ടം ആളുകൾ മറുനാടനെതിരെ രംഗത്ത് വരും. മറുനാടിൻ്റെ തനിസ്വരൂപം പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഏജൻസി ഏറ്റെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പില്ലാത്ത സമയത്ത് മോദിയെക്കുറിച്ച് പറയും, ഹിന്ദുവിനെക്കുറിച്ച് പറയും. തെരഞ്ഞെടുപ്പാകുമ്പോൾ അവർ പെട്ടെന്ന് കോൺഗ്രസ്സുകാരാവും എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ മറന്നുപോകുന്നത് മാരാർജി ഭവനിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റിയിട്ടല്ല ഞങ്ങൾ ഈ പണി ചെയ്യുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ 4ഇടത്തെ BJPക്ക് വിജയസാധ്യതയുള്ളൂ എന്ന് പറയാൻ പാടില്ല. 40ഇടത്ത് BJP വിജയിക്കുമെന്ന് പറയണം. ഇത് തന്നെയാണ് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. വളരെ യാദൃച്ഛികമായി രൂപപ്പെട്ട് ഈ കഴിഞ്ഞ 4-5 കൊല്ലത്തിനിടയിൽ ലോകമെമ്പാടും പ്രശസ്തി നേടിയ ഒരു ഭജൻ സംഘമാണ് നന്ദഗോവിന്ദ ഭജൻസ്. ഒരു ഗോഡ് ഫാദറുമില്ലാതെ ഭജൻസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു കൂട്ടം ആളുകളാണ് നന്ദഗോവിന്ദ ഭജൻസിൻ്റെ അണിയറക്കാർ. ഒരു വശത്ത് വേടനെ പോലെയുള്ള അത്യാധുനിക ഗായകർ അരങ്ങ് തകർക്കുമ്പോൾ മറുവശത്ത് നന്ദഗോവിന്ദം ഭജൻസ് അരങ്ങുകൾ കീഴടക്കി വളർന്നു. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലാണ് നന്ദഗോവിന്ദം ഭജൻസിന് ജനപ്രീതി ഉണ്ടായത്. ക്ഷേത്രമുറ്റത്തിനപ്പുറത്തേക്ക് നന്ദഗോവിന്ദം ഭജൻസ് നാട് മുഴുവൻ പടർന്നു പിടിക്കുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യരാണ് നന്ദഗോവിന്ദം ഭജൻ സംഘത്തിൻ്റെ ഭജനഗാനങ്ങൾ കേൾക്കാൻ എത്തുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പലരും അത്ഭുതപ്പെട്ടു പോയി. ഇതോടുകൂടി നന്ദഗോവിന്ദം ഭജൻസ് RSSൻ്റെ ഒരു ഒളി അജണ്ടയുടെ ഭാഗമാണ്. ഭജൻസിലൂടെ, ഭക്തിയിലൂടെ രാജ്യത്തെ കാവ്യവൽക്കരിക്കുകയാണ് എന്ന് പറഞ്ഞ് മറ്റൊരു കൂട്ടർ രംഗത്തെത്തി. എന്നാൽ ഈ സംഘം ഇതൊന്നും ഗവനിച്ചേയില്ല. അവർ ഭക്തിയുടെ മഹാരസത്തിലൂടെ സഞ്ചരിച്ചിരുന്നത് കൊണ്ട് തന്നെ അവരിതൊന്നും ബാധിച്ചില്ല. മതസംഘടനകൾക്കോ സന്യാസി വര്യന്മാർക്കോ സാധിക്കാത്ത വിധത്തിൽ പുതിയ തലമുറയെ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നന്ദഗോവിന്ദം ഭജൻസിന് കഴിഞ്ഞു. ഇവരെ സംശയത്തോട് കാണുന്ന ഹിന്ദുവിരുദ്ധരും ഇവരുടെ പിതൃത്വം ഏറ്റെടുത്ത തീവ്ര ഹിന്ദുത്വവാദികളും ഇരുവശത്തുമായി ചേർന്ന് രംഗത്തെത്തുന്നു. എന്നാൽ ഇരുപക്ഷത്തോടും അകലം പാലിച്ച് തങ്ങളുടെ കർത്തവ്യം നിറവേറ്റി ഇവർ മുമ്പോട്ട് പോകുന്നു. ഇടക്കാലത്ത് അവകാശവാദങ്ങൾ ഏറിയപ്പോൾ ഞങ്ങൾ ആരുടെയും കുത്തകയല്ല എന്ന് പറഞ്ഞ് അവർക്ക് തീവ്ര ഹിന്ദുത്വവാദികളെ തള്ളിപ്പറയേണ്ടി വന്നു.
അന്നു മുതൽ ഇവർ നോട്ടപ്പുള്ളികളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരവസരം കിട്ടിയപ്പോൾ അവരെല്ലാവരും കൂടി വാരിയെടുത്ത് ഇവരെ നിലത്തടിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ വിവാദത്തിൻ്റെ പശ്ചാത്തലമെന്ന് നോക്കുക. പ്രധാന ഗായകനായ നവീൻ മോഹൻ കോട്ടയത്ത് നട്ടാശ്ശേരിയിലുള്ള തൻ്റെ ജന്മനാട്ടിലെ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഭജൻസ് അവതരിപ്പിക്കാനെത്തുന്നു. അവിടുത്തെ പരിസര പ്രദേശത്തെ പള്ളിക്കാർ അതിന് സൗകര്യം ഒരുക്കി കൊടുത്തതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ ഭജൻ കൂടി അവിടെ ചെല്ലുകയാണ്. ആദ്യം തന്നെ നവീൻ ഈ സാഹചര്യം തുറന്ന് സംസാരിച്ചിട്ടാണ് ക്രിസ്ത്യൻ ഭജൻസിലേക്ക് കടക്കുന്നത്. ഞാൻ LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും, എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട് നമുക്ക് ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും, ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ. പിന്നീട് കർണാടിക് ക്രിസ്ത്യൻ ഭക്തിഗാനത്തിലേക്ക് കയറിയപ്പോൾ സദസ്സ് ഒന്നടങ്കം കൈയടിച്ചു സ്വീകരിച്ചു. ചാണ്ടിയുമ്മൻ MLA അടക്കമുള്ളവർ സദസ്സിലുണ്ടെന്ന് ഓർക്കണം. ആർക്കും അസ്വസ്ഥതയുണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇത് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ചില തീവ്ര ഹിന്ദുത്വവാദികൾ സടകുടഞ്ഞെണീക്കുന്നു. RSS നേതാവ് വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞു, ഹിന്ദുക്കളുടെ ചെലവിൽ പ്രശസ്തി നേടിയതിനു ശേഷം ഹല്ലേലൂയ പാടുന്നത് വൃത്തികേടാണെന്ന്. വിദ്യാസാഗർ ഗുരുമൂർത്തി തന്നെയാണ് നന്ദഗോവിന്ദം ഭജൻസിനെ നന്ദകുന്തിരിക്കം ഭജൻസ് എന്ന് പേരിട്ടത്. ചിക്കൻ മസാല നല്ലതാണ്, പായസത്തിൽ ഇടരുതേ എന്ന് പറഞ്ഞ് ശശികല ടീച്ചറും രംഗത്തെത്തി. ഇതോടെ സോഷ്യൽ മീഡിയയിൽ ചേരി തിരിഞ്ഞ് വിവാദം ആരംഭിച്ചു. ഹിന്ദുവിൻ്റെ ചെലവിൽ ജനപ്രീതി നേടിയ ശേഷം ഹിന്ദുക്കളെ ഒറ്റുകൊടുത്തുകൊണ്ട് ഹാലേലൂയ പാടാനിറങ്ങിയ ക്രിസ്ത്യൻ ചാരന്മാരായി ഇവർ ചിത്രീകരിക്കപ്പെട്ടു. വിവാദം കൊഴുത്തതോടെ വേമ്പൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നട്ടാശ്ശേരി ഔദ്യോഗികമായി കുറിപ്പിറക്കി. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അതും പ്രത്യേകിച്ച് ക്ഷേത്രത്തെ സംബന്ധിച്ചാകുമ്പോൾ. നന്ദഗോവിന്ദ ഭജൻസ് കഴിഞ്ഞ 14-ാം തീയതി ഒരു പ്രോഗ്രാം ഞങ്ങളുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ക്ഷേത്ര പുനർനിർമ്മാണം നടക്കുന്നത് കൊണ്ടും അതിനൊരു പ്രചരണം എന്നത് രീതിയിൽ നന്ദഗോവിന്ദ ഭജൻസ് ഫ്രീ ആയിട്ട് ക്ഷേത്രത്തിന് വേണ്ടി നടത്തിയ പ്രോഗ്രാമാണ്. അത് കുറച്ചുപേർ വളരെയധികം വിവാദത്തിനെത്തിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത്, ഒന്നാമതായി പ്രോഗ്രാം നടന്ന ക്ഷേത്ര മതിൽക്കെട്ടിനകത്തല്ല, അതിനുള്ളിൽ സ്ഥലമില്ലാതിരുന്നതുകൊണ്ട് വെളിയിൽ ഒരു സ്ഥലം അതിനുവേണ്ടി ഒരുക്കി എടുക്കുകയാണ് ചെയ്തത്. തന്നെയുമല്ല, ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും അതിനെ ഇന്ന മതം എന്നൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തിയത്. നന്ദഗോവിന്ദത്തിൻ്റെ സ്വന്തം തട്ടകം അവർ വളർന്നത് ഇവിടെ നിന്നാണ്. നവീൻ LKG മുതൽ പഠിച്ചത് ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്. പഠിപ്പിച്ചതെല്ലാം വിഭാഗത്തിലുള്ള ടീച്ചർമാരുമുണ്ട്. അതിനാൽ തന്നെ പ്രോഗ്രാം കേൾക്കാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുപോലെ സഹകരിച്ചിരുന്നു. ജനബാഹുല്യം കണക്കിലെടുത്ത് ഫ്രീ പാസോട് കൂടിയാണ് പ്രോഗ്രാം കൺട്രോൾ ചെയ്തത്. ഈ നാട്ടിലുള്ള എല്ലാവർക്കും പ്രോഗ്രാം കാണുവാനും കേൾക്കുന്നതിനും ജാതിമത ഭേദമന്യേ പാസുകൾ വീട്ടിലെത്തിച്ചു. എല്ലാവരും വരികയും പ്രോഗ്രാം കേൾക്കുകയും ചെയ്തു. അമ്പലത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാ മതസ്ഥരും സഹകരിക്കുന്നുണ്ട്. ഇവിടുത്തെ ദേശവിളക്കിന് നമ്മൾ വിളക്ക് കത്തിക്കുന്നതോടൊപ്പം ക്രിസ്ത്യാനികളും തിരി തെളിക്കാറുണ്ട്. താലപ്പൊലി കടന്നു പോകുമ്പോൾ അവർ വഴിയരികിൽ തിരി തെളിയിക്കുന്നതും എല്ലാ വർഷവും നടക്കുന്നതാണ്. അതാണ് ഈ നാട്ടിലെ സമ്പ്രദായം, ഈ നാട്ടിലെ ഏകതയും. അങ്ങനെയൊരു സ്ഥലത്ത് ഇതുപോലൊരു പ്രോഗ്രാം നടന്നപ്പോൾ അവിടെ നവീനെ പഠിപ്പിച്ച അധ്യാപകരും അവരുടെ സുഹൃത്തുക്കളും സഹപാഠികളും അവരുടെ വീട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഗാനം പാടുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും കണ്ടില്ല. അതൊരു വലിയ അപരാധമാണെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളൊരു ദേശത്തെ ഇത്തരത്തിലുള്ള ഒരു വിവാദം ഇളക്കിവിട്ട് നിലവിലുള്ള സൗഹാർദ്ദത്തെ എല്ലാവരും കൂടി തകർക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് കൺവീനർ. നന്ദഗോവിന്ദം ഭജൻസും കുറിപ്പിറക്കി. ഞങ്ങളുടെ അടുത്തിടെ നടന്ന ഭജനയുമായി ബന്ധപ്പെട്ട് ഒരു നിമിഷത്തെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പൂർണ്ണമായ വ്യക്തതയോടും ആദരവോടും കൂടി ഇതിനെക്കുറിച്ച് ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപാടി ഒരു ക്ഷേത്ര പുനർനിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. വിവിധ രീതികളിൽ നിരവധി ആളുകൾ പിന്തുണച്ചൊരു സംരംഭം. അതിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. പൂർണ്ണമായും ഭക്തിഭാവത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിച്ചത്. യാതൊരു പ്രതിഫലവും സ്വീകരിക്കാതെ
പരിപാടിയുടെ ഭാഗമായി സംഘാടകരുടെയും പ്രേക്ഷകരുടെയും അനുമതിയോടെ ഈ സംരംഭത്തിന് പിന്തുണ നൽകിയവർക്കുള്ള ചെറിയ നന്ദി രേഖപ്പെടുത്തലായി ഞങ്ങളൊരു ഗാനം ആലപിച്ചു. ആരുടെയും വിശ്വാസങ്ങളെയോ വികാരങ്ങളെയോ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം ഞങ്ങൾക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. ഇതാരെങ്കിലും അസ്വസ്ഥരാക്കിയിട്ടുണ്ടെങ്കിൽ ആ വികാരം ഞങ്ങൾ ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നു. നന്ദഗോവിന്ദം എപ്പോഴും ഭക്തി, ഐക്യം, സംഗീതത്തിലൂടെ ആളുകൾ ഒന്നാകുന്ന ആത്മാവ് എന്നിവ നിലകൊണ്ടതാണ്. അത് മാറിയിട്ടില്ല. സംഗീതം നന്ദിയും ആദരവും ബന്ധവും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായിരുന്നു ആ നിമിഷത്തിൽ പിന്നെയുള്ള ഏകചിന്ത. എല്ലാവർക്കും ആദരവോടെ നന്ദഗോവിന്ദം. പക്ഷേ ഇതൊന്നും ചിലരെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. അവർക്ക് ഭിന്നതയില്ലാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇവർ മറന്നുപോകുന്നൊരു സംഗതി, ക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഗാനമേളകൾ ക്ഷേത്ര വളപ്പിൽ തന്നെയാണെങ്കിൽ പോലും എത്രയോ കാലമായി ക്രിസ്ത്യൻ, മുസ്ലിം പാട്ടുകളൊക്കെ പാടുന്നതാണ്. അതിനെ എന്തിനാണ് ഇത്രമാത്രം ഭയക്കുന്നത്? ഹിന്ദു വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റ് വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നത് തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രോത്സവത്തിൻ്റെ പ്രധാന പരിപാടി ഏതാണ്ട് 2 പതിറ്റാണ്ടായി സ്പോൺസർ ചെയ്ത് നടത്തുന്നത് ഞാൻ തന്നെയാണ്. ആ ഗാനമേള സംഘത്തോട് ഒരിക്കലും ക്രിസ്ത്യൻ പാട്ട് പാടണമെന്ന് ആവശ്യപ്പെടാറില്ല. പക്ഷേ അവർ ഒരു പാട്ട് ക്ഷേത്രമുറ്റത്ത് പാടുമ്പോൾ ഇന്നവരെ ആരും അസ്വസ്ഥപ്പെട്ടിട്ടില്ല. ഇത്തരം അസ്വസ്ഥതകൾ സനാതന ധർമ്മത്തോട് ചേർന്ന് പോകുന്നവയല്ല. എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ വേവലാതിപ്പെടുന്നത് എന്ന് മാത്രം എനിക്ക് പിടികിട്ടുന്നില്ല. ബഹ്റൈനിൽ താമസിക്കുന്ന രഞ്ജിത്ത് ഗോപാലകൃഷ്ണത്തിൽ ചെറിയൊരു കുറിപ്പ് കൂടി വായിക്കാം. മാർക്സിൽ നിന്നും മഹർഷിയിലേക്ക് എന്ന പ്രവചനാത്മകമായി പുസ്തകം എഴുതിയത് സ്വർഗീയ പൂജനീയ പരമേശ്വർജിയാണ്. RSSകാരെ കൊന്ന് ചാക്കിൽ ഉപ്പിട്ട് ആഴത്തിൽ കുഴിച്ചിടണമെന്ന് പിണറായി വിജയൻ പറഞ്ഞതായുള്ള ആരോപണം ബെർലിൻ കുഞ്ഞനന്ദൻ നായർ എഴുതിയിട്ടുണ്ട്. അത്രയും സംഘവിരോധിയായ പിണറായി വിജയൻ പരമേശ്വർജി അന്തരിച്ചപ്പോൾ നേരിട്ടെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. അത്രയ്ക്കും പരമേശ്വർജിയെ പിണറായി ബഹുമാനിച്ചിരുന്നു. പരമേശ്വർജിയുടെ വാക്കുകൾ ശിരസ വഹിച്ച് സ്വന്തം മകനെയും മകളെയും മാർക്സിൻ്റെ കാലഹരണപ്പെട്ട ആശയങ്ങളുടെ പിന്നിൽ വിടാതെ നല്ല ഹൈന്ദവ ഭക്തരെ വളർത്തിയ സ്നേഹനിധിയായ പിതാവാണ് പിണറായി. മാർക്സിൽ നിന്ന് മഹർഷിയിലേക്കുള്ള കമ്മ്യൂണിസത്തിൻ്റെ നിറം മാറ്റത്തിനെ സന്തോഷത്തോടെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ആക്രമിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെയാണ് നന്ദഗോവിന്ദം ഭജന സംഘത്തെ ഒരൊറ്റ ക്രിസ്തീയ ഭക്തിഗാനം പാടിയതിൻ്റെ പേരിൽ ഓടിച്ചിട്ട് ആക്രമിക്കുന്നത്. ഹൃദ്യമായ ഇവരുടെ ഭജനകൾ ഭക്തിക്കുപരിയായി ഹൈന്ദവ സമൂഹത്തിലെ പുതുതലമുറയിൽ പോലും പകർന്ന ആനന്ദലഹരി വിവരണാതീതമാണ്. അവർ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ഒരു ക്രിസ്തീയ ഗാനം ആലപിച്ചതിനാണ് ഇപ്പോഴത്തെ പുകിലത്രയും. ക്ഷേത്രത്തിനോട് ചേർന്ന് പള്ളിയുള്ള സകലരും സൗഹാർദ്ദത്തോടെ കഴിയുന്ന നാടാണത്. മാത്രമല്ല, പള്ളിവക സ്ഥലം അമ്പലത്തിലെ ഉത്സവത്തിന് പാർക്കിങ്ങിനായി വിട്ടുകൊടുത്തതിന് കൂടി സ്നേഹമാണ് അവർ കാണിച്ചത്. അമ്പലപ്പറമ്പിൽ സ്ഥലം MLA ആയ ചാണ്ടി ഉമ്മനടക്കം ഒട്ടനവധി ക്രിസ്ത്യാനികൾ വരെ ഉണ്ടായിരുന്നതാനും. ഈ നന്ദഗോവിന്ദം നടത്തുന്ന ഭജനയാണെന്ന് അറിഞ്ഞു തന്നെ കേൾക്കാൻ വന്നവരായിരിക്കുമല്ലോ അവരും. അല്ലാതെ അവർ പാടിയ 20ഓ 30ഓ ഹൈന്ദവ ഭക്തിഗാനങ്ങൾക്കിടെ പാടിയ ഒരേ ഒരു ക്രൈസ്തവ ഭക്തിഗാനം കേൾക്കാൻ വന്നതാണോ? അല്ലല്ലോ. ശരിയാണ്, ക്ഷേത്രനടയാണ്, അത് ദേവതകളുടെ വാസസ്ഥലമാണ്, വെറും പ്രാർത്ഥനാലയമല്ല. പക്ഷേ ആ ദേവതകളൊന്നും ഒരു പാട്ടുകെട്ടൽ പിണങ്ങില്ല എന്ന് നമുക്കറിയാം. ദേവസ്വം ബോർഡുകളുടെ സഹിതം എന്തെല്ലാം പേക്കൂത്തുകൾ പാവത്തങ്ങൾ അനുഭവിക്കുന്നു. അവരാണോ ഒരു പാട്ടുകെട്ടൽ കെറുവിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ശബരിമല മുതൽ ഗുരുവായൂർ വരെ ദിവസവും രാവിലെ മുതൽ വച്ചലക്കുന്നതും എന്തിനാണ്? ഇവർ പോലും പാടുന്നത് ക്രിസ്ത്യാനിയ യേശുദാസ് പാടിയ ഭക്തിഗാനങ്ങളല്ലേ? പണ്ട് മുതലേ 1000 കാതം അകലെയാണെങ്കിലും മായാത മക്ക മനസ്സിൽ നിൽക്കും എന്ന KG മർക്കോസിന് ഗാനവും ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി എന്നൊക്കെയുള്ള പാട്ടുകൾ മിക്ക അമ്പലങ്ങളിലും ഗാനമേളകളിലും പാടുന്നതാണ്. അന്നൊന്നുമില്ലാത്ത എന്തു ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായത്. ഇതൊന്നും തിരിച്ച് ഇതര മതസ്ഥർ കാണിക്കുന്നില്ലല്ലോ എന്ന് പരിതപിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ. അങ്ങനെ ആരെങ്കിലും സംഘചിത്വം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പം മത്സരിക്കാൻ പോയി ചെറുതാവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് ഇതിൻ്റെ പേരിൽ വെറുതെ പഴി കേട്ട RSS വാസ്തവത്തിൽ പറയും പോലെ നമ്മൾ ആരെയും അടിച്ചു പുറത്താക്കുന്നവരല്ല, മറിച്ച് അടിച്ചകത്താക്കാനാണ് ശ്രമിക്കേണ്ടത്. വിവേകും വീണയും നല്ല ഭക്തരെ തുടരട്ടെ. അതേപോലെ നന്ദഗോവിന്ദ ഭജൻ ഭക്തിയുടെ ആനന്ദലഹരി നാടെങ്ങും തുടർന്നും പരത്തട്ടെ.